മാരിയത്ത് റളിയല്ലാഹു അൻഹ പ്രസവിച്ചു നോക്കുമ്പോൾ നല്ലൊരു ആൺകുഞ്ഞ്. അല്ലാഹു റബ്ബി, നല്ലൊരു ആൺകുഞ്ഞ്. മദീന മുഴുവനും സന്തോഷമായി. കാരണം ഖദീജ ബീവിയാണ് വഫാത്തായത്, ബാക്കി ഭാര്യമാരൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും മക്കളില്ല. ആ സമയത്താണ് മാരിയത്ത് റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുട്ടി ജനിക്കുന്നത്. ജനിച്ചു നോക്കുമ്പോഴോ അത് ആൺകുട്ടിയാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തിന് അതിരില്ല, എല്ലാവർക്കും ആനന്ദമായി. അത്ര സന്തോഷത്തിലൊരു കുട്ടിയെ കിട്ടിയപ്പോൾ റസൂലുള്ളാഹി എന്താ ചെയ്തത്? കുട്ടിക്ക് പേര് വെച്ചു. അണ്ട് നിങ്ങൾ ഒരു കുട്ടി ജനിച്ചാൽ, ഇപ്പൊ ചില ആളുകളൊക്കെ കുട്ടി ജനിച്ചാൽ നമ്മളോട് പേരിങ്ങനെ ചോദിക്കും, അല്ലേ ഉസ്താദ് എന്താ പേരിടേണ്ടത്? ചില ആളുകൾ പേരിട്ടിട്ട് പിന്നെ അർത്ഥം ചോദിക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പേരിനൊരു പരിഷ്കാരം ഇതിനടക്ക്. ഉമ്മാൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, പാപ്പാൻ്റെ പേരിലെ രണ്ടാമത്തെ അക്ഷരം. അങ്ങനെ ഉമ്മാൻ്റെ പേര് സെറീന, അതിന് സാന്നെടുത്ത്. വാപ്പാൻ്റെ പേര് കുഞ്ഞിമൂസ, അതിന് മൂസാന്ന് കൊടുത്തു. കുട്ടിക്ക് പേരിട്ട് നോക്കുമ്പോൾ സമൂസ. അല്ലാഹു റബ്ബി, എങ്ങനെയുണ്ട്? ഞാൻ ഏതോ ഒരു സ്ഥലത്ത് വഅദിന് ചെന്നപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ മോനെ കാണാനില്ല, അവൻ ഏതോ വഴിക്ക് പോയിട്ടുണ്ട്, ഒരു മാസമായി പോയിട്ട്, നിങ്ങൾ ദ്വാർക്കണം എന്നോ. ഞാൻ വെറുതെ അങ്ങ് ചോദിക്കാൻ തുടങ്ങി, പേരെന്താന്ന് ചോദിച്ചു. പേര് മുസാഫിറാണ് പറഞ്ഞു. ഞാൻ ദ്വാർന്നിട്ട് കാര്യമില്ല, കാരണം മുസാഫിർ എന്ന് പേരിട്ടപ്പോൾ തന്നെ ഓ എവിടെയെങ്കിലും പോകാണ്ടിരിക്കും. ഓനങ്ങനെ എല്ലാവരും മുസാഫിറെ എന്ന് വെച്ചാൽ ഓ സഫർ പോയില്ലേ. നമ്മുടെ മകളോ മകനോ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് പേര് വിളിക്കുമ്പോൾ അവന്റെ ഭാവിയെ ഓർത്തുകൊണ്ട് പേര് വിളിക്കണം, അവന്റെ ആഖിറത്തിനെ ഓർത്തുകൊണ്ട് പേര് വിളിക്കണം, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടിയാകാൻ ഓർത്തുകൊണ്ട് പേര് വിളിക്കണം. ബറക്കത്തിന്റെ പേര് വിളിക്കുക, ബദരീങ്ങളെ പേര് വിളിക്കുക, അമ്പിയാക്കളെ പേര് വിളിക്കുക. നീ വിളിക്കുന്ന പേര് അല്ലാഹു തആലാക്ക് പൊരുത്തമുള്ള പേരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആറ്റുനോറ്റ് സന്തോഷിച്ച് മാരിയത്തുൽ ഖിബ്തിയയിൽ ഒരു കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് മുത്തുനബി വെച്ച പേരെന്താണെന്നറിയോ? വല്ലിപ്പാന്റെ പേര് ഇബ്രാഹിം. അല്ലാഹു റബ്ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും മാതൃകയും നമുക്ക് നിറഞ്ഞു കാണാൻ പറ്റും. യാ റബ്ബ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 27 ദിവസം ആ പ്രസവവും അനന്തര കാര്യങ്ങളുമായി മാരിയത്തിന്റെ കൂടെ തന്നെ ഗർഭിണി. അതേപോലെ പ്രസവിച്ച ഉടനുള്ള ദിവസങ്ങൾ, അപ്പോഴൊക്കെ കുട്ടിയുടെ വാപ്പയാകുന്ന ഭർത്താവ് ഗർഭിണിയാകുന്ന ഉമ്മയെ, പ്രസവിച്ചിരിക്കുന്ന ഉമ്മയെ സന്തോഷിപ്പിച്ച് മനസ്സിന് നല്ല. എന്തുകൊണ്ട്? പ്രസവിച്ച ഉടനെ ഉമ്മ കൊടുക്കുന്ന മുലപ്പാല് സംഘർഷത്തിന്റെ മുലപ്പാലാവരുത്. പ്രസവിച്ച ഉടനെ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്ന അമ്മിഞ്ഞപ്പാല് അതിങ്ങനെ വേദനയുടെ, പ്രയാസത്തിന്റെ, സംഘർഷത്തിന്റെ, കുഴപ്പത്തിന്റെ, കലഹത്തിന്റെ, ദേഷ്യത്തിന്റെ അങ്ങനെയുള്ള മുലപ്പാലല്ല കൊടുക്കേണ്ടത്. അമ്മിഞ്ഞപ്പാല് കുട്ടിക്ക് കിട്ടേണ്ടത് അത്രയധികം സന്തോഷത്തിന്റെ അമ്മിഞ്ഞപ്പാലാ കിട്ടേണ്ടത്. അല്ലാഹു റബ്ബി, ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്നത് കുട്ടിയുടെ ജീവിതത്തിലേക്ക് മുഴുവനുമുള്ള വളർച്ചയാണ്, ആരോഗ്യമാണ്, എല്ലാം ആണ്. അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അത് കൊടുക്കേണ്ടത് 100% സന്തോഷത്തിന്റെ ഹൃദയത്തോടു കൂടെയാണ്. ഉമ്മമാര് വളർത്തിയെടുത്ത മക്കളെ കഥകൾ ചരിത്രത്തിലുണ്ട്. വാപ്പ നേരത്തെ മരണപ്പെട്ടു, ഉമ്മ മക്കളെ പോറ്റി വളർത്തി. അങ്ങനെ ഉമ്മ വളർത്തിയ മോനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയ മോനാണ് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയിരിക്കുന്ന മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, ഉമ്മ വളർത്തിയ മോനാണ് മുഹമ്മദ് മുസ്തഫ. ഉമ്മമാര് വളർത്തിയ മക്കൾ ഉന്നത നിലവാരത്തിലെത്തും. വാപ്പ മരണപ്പെട്ടു, ഇനി ആ മക്കൾക്ക് ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ കരയും, അല്ലേ? ഇവിടെയൊക്കെ അല്ലേ, 2 കുട്ടികളുള്ള ഒരു സമയത്ത് ഭർത്താവ് മരിച്ചു. പിന്നെ നമ്മൾ കരയണതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നാൽ നമ്മൾ കരയേരെ ആരെ ഓർത്തും കൊണ്ട? ഭർത്താവാണ് മരിച്ചതെങ്കിൽ അവ പെണ്ണിന് ഇനി ആരാണ്? വാപ്പയാണ് മരിച്ചതെങ്കിൽ ആ മക്കൾക്ക് ഇനി ആരാണ്? നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഖബറിൽ ഒറ്റക്ക് കിടക്കണ അയാൾക്ക് ആരാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും കരയുന്നുണ്ടോ?
നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? പടച്ചോനെ അയാൾ മരിച്ചു, ഖബറിൽ ഒറ്റക്കാണല്ലോ, അയാൾക്ക് ഇനി ആരാണ്? അങ്ങനെ ഒരു കരച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? ഒക്കെ പറയുന്നത് എന്താ? ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു, അവൾക്ക് ഇനി ആരാണ്? ആ കുട്ടികളെ വാപ്പ മരിച്ചു, ആ കുട്ടികൾക്ക് ഇനി ആരാണ്? ഈ ദുനിയാവിലുള്ള എല്ലാവരും അവർക്കുണ്ട്. വാപ്പ മരിച്ചാൽ ഉമ്മയുടെ കൂടെ അവർ നിൽക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഖബറിൽ കിടക്കുന്ന ആൾക്ക് ആരാണ്? അതാലോചിക്കാറുണ്ടോ? ഒക്കെ നമ്മൾ പറയുന്നതൊക്കെ ആർക്കാണ്? വാപ്പ മരണപ്പെട്ടിട്ട് ഉമ്മമാര് പോറ്റിയിരിക്കുന്ന മക്കൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഗസയിൽ നിന്ന്, ഫലസ്തീനിൽ ഇപ്പോൾ ഘോരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഗസയിൽ നിന്ന് ഇമാം ഷാഫി തങ്ങളുടെ ഉമ്മ കൊച്ചു പൈതലിനെയും എടുത്തുകൊണ്ട് മക്കയിലേക്ക് യാത്രയായി. മസ്ജിദുൽ ഹറാമിൽ കുട്ടിയെ പോറ്റി. കുട്ടി ഇങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് മസ്ജിദുൽ ഹറാമിൽ ഖുർആൻ പഠിച്ചു. 7ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോഴേക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. 10ാമത്തെ വയസ്സായപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് മനഃപ്പാഠമാക്കി. 13ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോഴേക്കും മദീനയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തിന് നേതൃത്വം നൽകുന്ന പാണ്ഡിത്യത്തിന്റെ ഉടമയായി. ഈ വലിയ പദവിയിലേക്ക് ചെറിയ പ്രായത്തിൽ ഉയർന്നപ്പോൾ നമ്മൾ പഠിക്കണം. അവിടെ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മോന് അല്ലാഹു തആല പദവി കൊടുത്തത് എങ്ങനെയാണ്? ഉമ്മമാരെ, മക്കളെ വളർത്തുന്നതിൽ ഉമ്മയുടെ ദീനിയായ ആത്മീയമായ പങ്കാളിത്തം പഠിച്ചു ചെയ്യണം. എല്ലാ അമ്മമാരും മക്കളെ പോറ്റുന്നുണ്ട്. ദീനിയായ പുരോഗതി നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകാൻ. ഇന്നും ഭക്ഷണമുണ്ടോ അഷ്മോലു? ഇന്നും ഭക്ഷണമുണ്ടോ? എന്നിട്ടാണ് ആളുകൾ ഇവിടേക്ക് വരാത്തത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭക്ഷണം കൂടിയുള്ള നേർച്ചയാണെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ 10 ഇരട്ടിയായിരിക്കും. ഇനി പിന്നെ അത് മലപ്പുറത്തും കോഴിക്കോടൊക്കെ ആണെന്ന് വെക്കാം അല്ലേ? എന്നാലും ഉണ്ടാവണ്ടേ ഇവിടെയൊക്കെ? ചെറിയ ഒരു റഹ്മത്തിൻ്റെ മഴ വന്നപ്പോഴേക്ക് നമ്മൾ അള്ളാൻ്റെ റഹ്മത്താകുന്ന സ്വർഗത്തിൽ നിന്ന് ഈ മജ്‌ലിസിൽ നിന്ന് വിട്ടാൽ പിന്നെ അള്ള എങ്ങനെ നമുക്ക് മഴ തരിക? നല്ല പന്തലും സൗകര്യമൊക്കെ ഉണ്ട്. ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി ആ പന്തലിൽ ഇങ്ങനെ ഇരുന്നിട്ട് പടച്ചോനെ റഹ്മത്തിൻ്റെ മഴ തരണേ, ഞങ്ങൾ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണ്ടേ? ഒരു തുള്ളി കണ്ടപ്പോഴേക്ക് ഇരിക്കുന്ന ആളെല്ലാം പോയി. പിന്നെ ആളുകൾക്ക് ന്യായം ഉണ്ടാവട്ടെ, നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റൂല. നാളൊരു സ്ഥലത്ത് നിന്ന് ആളുകൾ അങ്ങനെ പോയി. അപ്പം അയാളോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് മഴ റഹ്മത്താണെന്ന്, പിന്നെ എന്താ അത്ര വേഗം പോകണമെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, റഹ്മത്തിൽ ചെരുപ്പിട്ട് ചവിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോവുകയാണ്. അല്ലാഹു റബ്ബി, ന്യായവും കാര്യങ്ങളൊക്കെ എല്ലാറ്റിനും ഉണ്ടാകും. അതിപ്പോൾ അതിൻ്റെ സ്വാഭാവികമാണല്ലോ അല്ലേ? ആളുകൾക്ക് അങ്ങനെയാണല്ലോ, എന്തിനും ഒരു ന്യായീകരണം കണ്ടെത്തും. അതിപ്പോൾ നമ്മൾ നോക്കിയിട്ടല്ല. അല്ലാഹു തആല റഹ്മത്ത് തരട്ടെ. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എൻ്റെ മോനിക്ക് ഹൗലൈനി കാമിലൈൻ, 2 പൂർണ്ണമായ വർഷം എൻ്റെ കുഞ്ഞിന് ഞാൻ അമ്മിച്ചപ്പാല് കൊടുക്കുമ്പോൾ വലഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടേ ഞാൻ എപ്പോഴും മുലപ്പാല് കൊടുക്കാറുള്ളൂ. ഉമ്മമാര് ശ്രദ്ധിക്കണം, കൊച്ചു മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ എപ്പോഴും വലഭാഗത്തെ മുലപ്പാല് കൊടുത്തുകൊണ്ടേ ആരംഭിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മിഞ്ഞപ്പാല് കുടിച്ചപ്പോൾ ഹലീമ ബീവിയുടെ മുലപ്പാല് കുടിച്ചുകൊണ്ടാണ് വളരുന്നത് അല്ലേ? ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വലത്തെ മുലപ്പാലല്ലാതെ ഒരിക്കലും നബി തങ്ങൾ കുടിച്ചിട്ടേയില്ല. അതിലൊരുപാട് കാരണങ്ങൾ പറയാനുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ കുട്ടിയെ വലഭാഗത്തോട് കേട്ട് അമ്മിഞ്ഞപ്പാല് വലഭാഗത്തുനിന്ന് കൊടുക്കണം. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറഞ്ഞു, ഞാൻ വലഭാഗത്തുനിന്നേ കൊടുക്കാറുള്ളൂ. 2 വർഷം ഞാൻ എൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ ഒരിക്കൽ പോലും ബിസ്മി ചൊല്ലാൻ ഞാൻ മറന്നിട്ടില്ല. മുലക്കണ്ണ് കുട്ടിയുടെ വായിലേക്കാണ് വെക്കുമ്പോൾ കുട്ടി കൂടി കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. നമ്മളെ മനസ്സിൽ ചൊല്ലിയാ പോരാ, കുട്ടിയും കൂടി കേൾക്കത്തക്ക രൂപത്തിൽ ഉമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായ നിങ്ങൾ? രണ്ടാമത്, കുട്ടികൾ അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ അവരെ വയറ് നിറഞ്ഞ് അവർക്ക് സന്തോഷമായാൽ കുട്ടി തന്നെ
ആ മുലക്കണ്ണ് സ്വയം ഉപേക്ഷിക്കും. അല്ലാതെ അതിന് മുമ്പ് വായിൽ വെച്ചു കൊടുത്തിരിക്കുന്ന അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നത് നമ്മൾ മുറിക്കരുത്. കുട്ടി കുടിച്ച് തീരട്ടെ, അതാ വേണ്ടത്. അപ്പൊ അങ്ങനെ കുഞ്ഞ് അമ്മിഞ്ഞപ്പാല് മുലക്കണ്ണ് ഇങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഉമ്മ പറയണം അൽഹംദുലില്ലാഹ്. ഇമാം ഷാഫി തങ്ങളെ ഉമ്മ പറഞ്ഞു, എന്റെ മോനിക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെ ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല. കുടിച്ചു കഴിഞ്ഞ ശേഷം 2 കൊല്ലം മുലപ്പാൽ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ഞാൻ അൽഹംദുലില്ലാഹ് മറന്നുപോയിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉമ്മ പറഞ്ഞു, ശരീരത്തിന് വൃത്തിയില്ലാത്ത തരത്തിൽ ഞാൻ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാറില്ല. ചിലപ്പോ അടുക്കളയിൽ മീൻ നന്നാക്കണുണ്ടോ അല്ലേ? അപ്പൊ ശരീരത്തിലൊക്കെ ഒരു മീനിന്റെ സ്മെല്ലുണ്ടാവും. ആ തീക്കത്തിങ്ങനെ നിന്നിട്ട് ശരീരാകെ വിയർത്തിട്ടുണ്ടാവും. ആ വിയർപ്പോടുകൂടെ ആ മത്സ്യത്തിന്റെ വാസന ശരീരത്തിൽ നിർത്തി മനസ്സുകൊണ്ട് അത്ര സന്തോഷകരമല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് നല്ല കാര്യമല്ല. പ്രസവിച്ച് കിടക്കുന്ന ഉമ്മ ശരീരം എപ്പോഴും വൃത്തിയാക്കി നിർത്തണം. വിയർപ്പിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, ദുർഗന്ധങ്ങളിൽ നിന്ന് ഒക്കെ നല്ല വൃത്തിയാക്കി നിർത്തിയിട്ട് കുളിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല മട്ടത്തിൽ നല്ല ഡ്രസ്സ് ധരിച്ച് എന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ശ്രദ്ധിക്കാൻ. അമ്മിഞ്ഞപ്പാല് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉമ്മ കുട്ടിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കണം. കുട്ടി തീർച്ചയായും ഉമ്മയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടിയെ നോക്കിക്കൊണ്ട് ഉമ്മ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. ഇടക്കിടക്ക് ഉമ്മ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കണം. അങ്ങനെ സ്നേഹവാത്സല്യത്തിന്റെ അങ്ങേ അറ്റം കുട്ടിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മയിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ ഇങ്ങനെ കിട്ടുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയിലെ സ്വഭാവ ഗുണത്തിന്, അനുസരണത്തിന്, ആ കുട്ടി നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനെല്ലാം ബിസ്മിയിലൂടെ കിട്ടിയിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, അൽഹംദുലില്ലയിലൂടെ അവസാനിച്ചിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, നല്ല സ്നേഹത്തോട് കൂടെ ഉമ്മ കൊടുത്തിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, അത് വല്ലാത്തൊരു മുതലാണ്. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം എന്ന കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ട് കുട്ടിയെ ഇങ്ങനെ പോറ്റി വളർത്തി. ഇടക്കിടക്ക് ഒരു വയസ്സൊക്കെ പ്രായമായി കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് മുത്തുനബിയുടെ കൂടെ, സ്വഹാബാക്കൾക്കെല്ലാം കുട്ടിയോട് വല്ലാത്ത കൗതുകം, സന്തോഷം. മുത്തുനബിന്റെ മോനല്ലേ, 10 ഭാര്യമാര് നബിതങ്ങൾക്കുണ്ട്, അവർക്കാർക്കും കുട്ടികളില്ലല്ലോ. ഖദീജ ബിബിയിലുണ്ടായ ഫാത്തിമ അല്ലാത്ത മക്കളൊക്കെ മരണപ്പെട്ടും പോയല്ലോ. ഇതാണെങ്കിൽ ഒരു ഇബ്രാഹിം എന്ന കുട്ടി, അല്ലാഹു റബ്ബി, ആൺകുട്ടിയുമാണല്ലോ. എല്ലാവർക്കും സന്തോഷം. അങ്ങനെ പോകുന്ന മധ്യേ കുട്ടിക്കൊരു 1.5 വയസ്സ്. ആ സമയത്ത് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരു വിവരം നബി തങ്ങളിലേക്ക് വന്നു. പെട്ടെന്ന് നബിയെ തങ്ങൾ വരണം. പെട്ടെന്ന് റസൂലുള്ളാഹിനോട് വീട്ടിൽ ചെല്ലുന്നതിന് വേണ്ടി വിവരം കിട്ടി. യാ റബ്ബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹുവിനെ വിവരം അറിയിച്ചതനുസരിച്ച് റസൂലുള്ളാഹ് മാരിയത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി. മാരിയത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ റസൂലും അടക്കമുള്ള കുറച്ച് സ്വഹാബാക്കളും പോയി. കുട്ടിക്ക് 1.5 വയസ്സിങ്ങനെ ആയി വരുന്ന സമയത്ത് നബി തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അടക്കമുള്ള സ്വഹാബാക്കളും മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ മാരിയത്ത് റളിയല്ലാഹു അൻഹ നിറഞ്ഞ കണ്ണുനീരോടുകൂടെ കുടുകുടാ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പിഞ്ചോമന പൈതലിനെ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി, മുത്തുനബിയുടെ അടുക്കലേക്ക് മാരിയത്ത് റളിയല്ലാഹു അൻഹ ആ ചെറിയ പോമന പൈതലിനെ കയ്യിൽ ഇങ്ങനെ മലർത്തി പിടിച്ചുകൊണ്ട് വന്നു. നബി തങ്ങളെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ചെറിയൊരു ശ്വാസോച്ഛ്വാസം ഇങ്ങനെ ഉണ്ട്, ചെറിയൊരു ജീവനപ്പുണ്ട്.
നബി തങ്ങളെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായി. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഒരു സ്വർഗം ഉമ്മയുടെ ഗർഭാശയമാണ് മിനി സ്വർഗം. അടുത്ത സ്വർഗത്തിലേക്കുള്ള യാത്ര ഇന്നായിരിക്കുമോ, നാളെ ആയിരിക്കുമോ, കൊച്ചുനാളിലായിരിക്കുമോ, വാർദ്ധക്യത്തിലായിരിക്കുമോ, യുവത്വത്തിലാകുമോ, ബാല്യത്തിലാകുമോ, ഇരുട്ടിലാകുമോ, വെളിച്ചത്തിലാകുമോ, അല്ലാഹു അഅലം. ആറ്റുനോറ്റ് മുത്തുനബിക്കുണ്ടായ മോന്, അതിന് പേര് ഇബ്രാഹിം, അതും വയസ്സ് 1.5. ആ സമയത്ത് കുട്ടി വാപ്പയുടെ മടിത്തട്ടിൽ നിന്ന് മുത്തുനബിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് കുട്ടിയുടെ അന്ത്യശ്വാസം സംഭവിച്ചു. കുട്ടി മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ നബി തങ്ങളെ കണ്ണുനീര് നിറഞ്ഞുപോയി. ആ കണ്ണുനീര് നിറഞ്ഞത് കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ തങ്ങളും കരയുകയാണോ? തങ്ങളും കരയുകയാണോ എന്ന് വെച്ചാൽ മരിച്ച വിവരം കേട്ടിട്ട് അങ്ങനെ കരയരുത് എന്ന് റസൂലുള്ള മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചത്, നബിയെ തങ്ങളും കരയാണോ? നബി തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ മാറത്തടിച്ച് അട്ടഹാസിച്ച് എനിക്കിനി ആരാണെന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പോർവിളി നടത്തിക്കൊള്ള കരച്ചിലുണ്ട്, അത് പാടില്ല. ഈ കണ്ണുനീരെന്ന് പറയുന്നത് അല്ലാഹു തആല കൃപയുടെ ഭാഗമായി വെച്ചതാണ്. കൃപയുടെ കണ്ണുനീർ, കൃപയുടെ കണ്ണുനീർ അത് അല്ലാഹു തആല അനുവദിച്ചതാണ്. അപ്പോഴേക്കും മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയും അവരെ ജ്യേഷ്ഠത്തി സീരീനും അവരൊക്കെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുക്കി ഇങ്ങനെ നിർത്തുമ്പോ റസൂലുള്ളാഹി തങ്ങളെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് റൂഹ് പിരിഞ്ഞ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകത്തേക്ക് ശേഷക്രിയക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ മാരിയത്തിന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ സഭയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന ഇന്നബിനി ഇബ്രാഹിം ലദസ്സദി, എന്റെ മോൻ ഇബ്രാഹിം എന്ന കുട്ടി അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പ്രായമാണ്. അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നത് നിർത്തണമെങ്കിൽ 2 വയസ്സാവണം, 1.5 വയസ്സേ ആയിട്ടുള്ളൂ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി സമയത്തെ മുലപ്പാല് കൊടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു തആല ഉമ്മമാരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യുകമ്മിലാനിർ റളാഅ, യുകമ്മിലാനിർ റളാഅ, ഈ കുട്ടിയുടെ അമ്മിഞ്ഞപ്പാല് പൂർത്തിയാക്കി കൊടുക്കാൻ സ്വർഗത്തിൽ അല്ലാഹു തആല ഉമ്മമാര് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാരിയ, നീ വിഷമിക്കണ്ട, നമ്മുടെ മോനിക്ക് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. മുഅ്മിനിന്റെ ജീവിതം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗാണ്. വലിയ സ്വർഗം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി മധ്യേ നമ്മൾ റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല. അതിനാണ് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടിയെ ഖുർആൻ ഓത്ത് അല്ലാഹു തആല കേൾപ്പിക്കുന്നത്, ഉമ്മയുടെ ദിക്ർ കുട്ടിയെ കേൾപ്പിക്കുന്നത്. ഉമ്മ ഇങ്ങനെ നിസ്കരിക്കാൻ ആ നിസ്കാരത്തിൽ ഉമ്മ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഗർഭിണി നിസ്കരിച്ചുകൊണ്ട് ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഗർഭിണി നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്ത് ഇങ്ങനെ ഓതുമ്പോൾ കുട്ടി കേൾക്കുന്നുണ്ട്. അല്ലാഹ് ഗർഭിണി കുനൂത്ത് ഓതുകയാണ്. ആ ഗർഭിണിയായ മോളിങ്ങനെ കുനൂത്ത് ഓതുമ്പോൾ കുട്ടി അത് കേൾക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശു ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഗർഭിണികൾ നല്ലത് സംസാരിക്കണേ, ഗർഭിണികൾ അല്ലാഹു പൊരുത്തപ്പെടുന്നത് സംസാരിക്കണേ. ഗർഭിണികളെ നിങ്ങൾ വെറുപ്പിക്കല്ലേ, ഗർഭിണികളെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഗർഭിണികൾ എപ്പോഴും ശരീരം വൃത്തിയാക്കി നിർത്തണേ, ഗർഭിണികൾ എപ്പോഴും മനസ്സ് വൃത്തിയാക്കി നിർത്തണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചത് ഒരു സൗന്ദര്യമല്ലേ, സന്തോഷമല്ലേ, ആനന്ദമല്ലേ ഇസ്ലാമിന്റെ ജീവിതം. നമ്മളതിനൊന്ന് പഠിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് അല്ലാഹുവേ ഖൈറിന്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക ജീവിതത്തിൽ ഏതിലെടുത്തു നോക്കിയാൽ കൃപയുടേതാണ്, കാരുണ്യത്തിൻ്റെതാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുമ്പോൾ മുത്തുനബിയുടെ കൂടെ പട്ടിണിപ്പാവമായ ഒരു സ്വഹാബി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാ. അയാൾക്ക് എന്താണ് മദീനത്തെ പള്ളിയിൽ താമസം, എന്തേ വീടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനത്തെ പള്ളിയിൽ എന്തെങ്കിലും ഹദിയ, വല്ല ഈത്തപ്പഴങ്ങളോ മറ്റോ ഒക്കെ ഹദിയ കിട്ടിയാൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് മൂപ്പര ഭക്ഷണം. എന്തേ മൂപ്പർക്ക് കഴിവില്ല. മുത്തുനബിയുടെ കൂടെ തന്നെയാണ് താമസം. എന്തേ മൂപ്പർക്ക് അവിടെ കുടുംബങ്ങളൊന്നുമില്ല. അങ്ങനെ മുത്തുനബിയുടെ കൂടെ താമസിക്കുന്ന ആളാണ് റബീഅത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെ നിൽക്കുന്ന ആളാ. നമ്മളെ നാട്ടിലൊക്കെ ഈ വീടുകളിൽ ഒറ്റപ്പെട്ട് വന്നിങ്ങാണ്ട് പണിയെടുക്കുന്ന ആളുണ്ടാവും. ഓലെക്കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാൽ വിചാരിച്ചാൽ മുതലാളിക്ക് ഇഷ്ടാവില്ല. കാരണം ഓൻ കല്യാണം കഴിച്ചാൽ പിന്നെ ഓനെ ഈ പണിക്ക് കിട്ടൂല. ഓനിക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ മുതലാളിക്ക് ഇഷ്ടമല്ല. കാരണം ഓനിക്ക് വീടുണ്ടായാൽ പിന്നെ 24 മണിക്കൂർ ഇവിടെ ഉണ്ടാവില്ല അല്ലേ. നമ്മൾക്ക് ചിലപ്പോൾ മുതലും കാര്യമൊക്കെ ഉണ്ട്, മറ്റൊരാൾക്ക് ഇല്ലെങ്കിൽ മോനിങ്ങനെ ഇല്ലാതെ കട്ടെ എന്നുള്ളൊരു രീതിയാണ്. നമ്മളിപ്പോൾ ഒരു ഈഗോ ഉണ്ടല്ലോ നമുക്ക് അല്ലേ. നമ്മളെ റോട്ടിലൊക്കെ ഇങ്ങനെ ക്യാമറ വന്നല്ലോ അല്ലേ. ബൈക്കിൽ പോകുന്ന ആളുകൾക്ക് തലയിൽ വെക്കണ തൊപ്പി എന്താ പറയാ, ഹെൽമെറ്റ് അല്ലേ. ഹെൽമെറ്റ് വെക്കുമ്പോൾ നിയ്യത്ത് നന്നാക്കിയാൽ മതി, സുന്നത്തിൻ്റെ കൂലി കിട്ടും. ഹെൽമെറ്റ് വെക്കുമ്പോഴേ തലമറക്കുന്നു എന്നുള്ള സുന്നത്തും കൂടി കരുതിയാൽ മതി, എന്നാൽ തൊപ്പിയിട്ടത് കൂലിയും കൂടി കിട്ടും. അല്ലാഹു തആല ഓശാരമായി തരുന്നതാണ്. എല്ലാ അമലിനും 1-ന് 10 കിട്ടും. നിയ്യത്താണ് പ്രധാനം. നിയ്യത്ത് ശരിയില്ലെങ്കിൽ നല്ല തലയിൽ കെട്ടിയിട്ടോട് കാര്യമല്ല. ഞാനിപ്പോൾ ഒരു തലപ്പാവ് ഇങ്ങനെ വെച്ചിരിക്കണത് നിങ്ങളൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതിയാൽ അതിന് തലപ്പാവ് ധരിച്ച സുന്നത്ത് കിട്ടുമോ? പടച്ചോൻ്റെ പൊരുത്തം വിചാരിച്ചിട്ട് വെക്കണം. ബിസ്മില്ല. നമ്മളിപ്പോൾ ഒരു ദിവസം 3 നേരം കുളിച്ചു, അത് വിയർപ്പ് പോകാൻ വേണ്ടി മാത്രം നിയ്യത്ത് ചെയ്തിട്ടാണ്. അതേ സമയത്ത് ഇന്ന് കുളിച്ചപ്പോൾ പടച്ചോനെ വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴേ കുളിച്ചതിന് ഇബാദത്താവുള്ളൂ. വൈകുന്നേരം വരെ മുഖം കഴിക്കാനും അത് ഒതുവാകൂല. ഒതുവാകണമെങ്കിൽ എന്ത് വേണം? അത് അതിൻ്റെ നിയ്യത്തോടു കൂടെ കഴുകണം. നിയ്യത്തിനാണ് വില. അല്ലാഹു നമുക്കൊക്കെ നല്ല ഖൈറ് തരട്ടെ.